welcome back to my channel Tips of Tackling English by Sajina Shamir. നമ്മളെ കഴിഞ്ഞു പോയ കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോയതായിട്ടുണ്ടാവും അല്ലേ. ഇപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരുമിച്ച് പറയാണ്. അതായത് ഒരു കാര്യം കഴിയുന്നതിന്റെ തൊട്ട് മുമ്പ് വേറൊരു കാര്യം കഴിഞ്ഞു, ഒരു ആക്ഷൻ കഴിഞ്ഞു. ഒരു കാര്യം കഴിയുന്നതിന്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളത്തിൽ പറയാണ്, ഇപ്പോ അവള് പാരീസിലേക്ക് പോകുന്നതിന് മുമ്പ് അവള് ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പാരീസിലേക്ക് അവള് പോകുന്നതിന് മുമ്പ് അവള് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെന്റൻസ് നോക്കിയേ, ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞു പോയതാണ് അല്ലെ. പാസ്റ്റില് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളും. അവള് പാരീസിലേക്ക് പോയും ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പോകുന്നതിന് മുമ്പായിട്ട് അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫ്രഞ്ച് പഠിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടും പാസ്റ്റിലെ കാര്യങ്ങളാണല്ലോ, രണ്ടും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഒന്നിന് മുമ്പ് വേറൊന്ന് കംപ്ലീറ്റ് ചെയ്തു എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. ഇങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഈ എക്സാമ്പിൾ തന്നെ നോക്കാം അല്ലെ. ഇവിടെ പറഞ്ഞു അവള് പാരീസിലേക്ക് പോകുന്നതിന് മുമ്പ് അവള് ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതിൽ ഏത് ആക്ഷൻ ആണ് ആദ്യം നടന്നത്? അവള് ഫ്രഞ്ച് പഠിച്ചതാണോ പാരീസിലേക്ക് പോയതാണോ ആദ്യം നടന്ന സംഭവം? യെസ്, വെരി ഗുഡ്. ആദ്യം അവള് ഫ്രഞ്ച് പഠിക്കുകയാണ് ചെയ്തത് അല്ലെ, എന്നിട്ടാണ് അവള് പാരീസിലേക്ക് പോയത്. യെസ്, അപ്പൊ നമ്മള് ആദ്യം നടന്ന കാര്യം നമ്മൾ പറയുമ്പോ ഹാഡും അതിന്റെ കൂടെ തന്നെ V3 ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സെന്റൻസ് പറയാ. സബ്ജക്റ്റിന്റെ കൂടെ ഹാഡും അതിന്റെ കൂടെ തന്നെ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ഫോമും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയാ. ഈ V3 ഫോം ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. V1, V2, V3 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് V3, എവിടെയാണ് V3 യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നമ്മളിവിടെ ഹാഡിന്റെ കൂടെ എല്ലായ്പ്പോഴും നമ്മൾ വേർബിന്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. പിന്നെ ആദ്യം നടന്ന കാര്യം നമ്മൾ പറഞ്ഞു ഏതിലാണ് യൂസ് ചെയ്യുക? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് ആദ്യം നടന്ന കാര്യം. പിന്നെ നടന്ന കാര്യം ഉണ്ടല്ലോ, രണ്ടാമത് നടന്ന കാര്യം, അത് നമ്മൾ പറയാം സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, സിമ്പിൾ ആയിട്ട് പറയാ. അതായത് വേർബിന്റെ സബ്ജക്റ്റിന്റെ കൂടെ വേർബിന്റെ രണ്ടാമത്തെ ഫോമായ പാസ്റ്റ് ഫോമായ V2 ഫോമായ വേർബാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഈ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. സോ അവള് പാരീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലെ. സോ നമ്മൾ പറയും ഷീ. അവൾ എന്നുള്ളതിനെ ഷീ എന്ന് പറഞ്ഞു. പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് വരേണ്ടത് കേട്ടോ. പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ, ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഹാഡ് യൂസ് ചെയ്യണം. സോ ഹാഡിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? V3 യൂസ് ചെയ്യണം. സോ ഷീ ഹാഡ് സ്റ്റഡീഡ്. കണ്ടോ, ഷീ ഹാഡ് സ്റ്റഡീഡ് ഫ്രഞ്ച്. അവള് ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു പാരീസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ മുമ്പ് എന്നുള്ള വേർഡ് വരണല്ലോ, അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും ബിഫോർ എന്ന് യൂസ് ചെയ്യും കേട്ടോ. ബിഫോർ ഷീ മൂവ്ഡ് ടു പാരീസ്. പാരീസിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവള് ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഷീ കഴിഞ്ഞിട്ട് മൂവ്ഡ് എന്നുള്ള മൂവിന്റെ സെക്കൻഡ് ഫോമായ മൂവ്ഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് പാഠങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് പാഠങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ പറയും? അപ്പൊ ആദ്യം നമ്മൾ ലെസൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ആദ്യത്തെ കാര്യം. അത് നമ്മൾ ഹാഡ് പ്ലസ് V3 പറയണം അല്ലേ. I had learned lessons before I went to exam. ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് ലെസൺസ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെ എക്സാമ്പിൾ നോക്കിയാൽ അവര് അമേരിക്കയിൽ സെറ്റിൽ ആവുന്നതിന് മുമ്പ് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് എക്സാമ്പിള്? അവര് അമേരിക്കയിൽ സെറ്റിൽ ആവുന്നതിന് മുമ്പ് യൂറോപ്പില് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സെന്റൻസ്. അപ്പൊ ആദ്യം ഏതാ നടന്നത്? യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്തതാണ് അല്ലെ. സോ നമ്മൾ പറയും they had traveled to Europe before. എന്തിനു മുമ്പ്? they settled
ഇൻ അമേരിക്ക. ദേ സെറ്റിൽഡ് ഇൻ അമേരിക്ക. സെറ്റിൽ എന്നുള്ളതിന്റെ V2 ഫോമാണ് സെറ്റിൽഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ ബിഫോർ ദേ സെറ്റിൽഡ് ഇൻ അമേരിക്ക. കിട്ടിയല്ലോ. വേറൊരു ഇറഗുലർ വേർബ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ സിനിമക്ക് പോകുന്നതിന് മുമ്പ് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സിനിമക്ക് പോകുന്നതിന് മുമ്പ് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡിന്നർ കഴിച്ചതല്ലേ ആദ്യം പറയേണ്ടത്. സോ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാഡ് ഈറ്റൺ ഡിന്നർ. എങ്ങനെയാ വരിക? ഐ ഹാഡ് ഈറ്റൺ ഡിന്നർ ബിഫോർ ഐ വെന്റ് ടു മൂവി. ബിഫോർ ഐ വെന്റ് ടു മൂവി. മൂവിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഐ ഹാഡ് ഈറ്റൺ എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ ഈറ്റിന്റെ V3 ഫോമാണ് ഈറ്റൺ എന്ന് പറയുന്നത്. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. കണ്ടല്ലോ. മേലുള്ള എക്സാമ്പിൾസ് ഒക്കെ റെഗുലർ വെർബ്സ് ആണ് ഞാൻ പറഞ്ഞത്. ട്രാവൽഡ് എന്ന് പറഞ്ഞത്, അതേപോലെ തന്നെ എന്താണ് സ്റ്റഡീഡ്, ലേൺഡ്, ഇതൊക്കെ പറഞ്ഞത് റെഗുലർ വെർബുകളാണ്. റെഗുലർ വെർബിന്റെ V3 ഫോം ഉണ്ടാക്കാൻ ED ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ V2 V3 ED ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തമായിട്ട് ഇറഗുലർ ആയിട്ടുള്ള ഒരു സെന്റൻസും കൂടെ പറഞ്ഞത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. രാം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഡയറി എഴുതിയിട്ടുണ്ടായിരുന്നു. റാം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഡയറി എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ പറയാ? ആദ്യം എന്താണ് ചെയ്തത്? ഡയറി എഴുതുകയാണ് അല്ലെ. സോ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയണം. റാം ഹാഡ് റിട്ടൺ എന്നാ പറയാ. റിട്ടൺ, റൈറ്റ് എന്നുള്ളതിന്റെ V3 ഫോമാണ് റിട്ടൺ എന്ന് പറയുന്നത്. റൈറ്റ്, റോട്ട്, റിട്ടൺ. സോ റാം ഹാഡ് റിട്ടൺ ഹിസ് ഡയറി ബിഫോർ. എപ്പോ? എന്തിന്റെ മുന്നെയാണ്? ബിഫോർ ഹി എയ്റ്റ് ഹിസ് ഫുഡ്. ബിഫോർ ഹി എയ്റ്റ്. ഈറ്റിന്റെ പാസ്റ്റ് ആണ്. നമ്മൾ V2 ഫോമാണ് എന്താണ് രണ്ടാമത് നടന്ന കാര്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിഫോർ ഹി എയ്റ്റ് ഹിസ് ഫുഡ്. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഈ ബിഫോർ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യോ എന്നൊരു ഡൗട്ട് ഇപ്പൊ വന്നില്ലേ. ബിഫോർ മാത്രമല്ല, വേറെ ഒരുപാട് വേർഡുകൾ യൂസ് ചെയ്യും. അതിലൊരു വേർഡാണ് അണ്ടിൽ എന്ന് പറയുന്നത് കേട്ടോ. അണ്ടിൽ വെച്ചിട്ട് നമുക്കൊരു സെന്റൻസ് പറഞ്ഞു നോക്കിയാലോ. അപ്പൊ ഈ അണ്ടിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നെഗറ്റീവ് സെന്റൻസിലാണ് നമ്മൾ അണ്ടിൽ യൂസ് ചെയ്യുക. അതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അണ്ടിൽ യൂസ് ചെയ്തു. എന്റെ ഫ്രണ്ട് വരുന്നത് വരെ ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടും പാസ്റ്റ് തന്നെയാണ് കേട്ടോ. പാസ്റ്റിലെ കാര്യം പറയാണ്. അപ്പൊ നമ്മള് നെഗറ്റീവ് സെന്റൻസ് ആക്കണമെങ്കിൽ എന്താക്കി മാറ്റണം? ഹാഡ് നോട്ട് യൂസ് ചെയ്യണം അല്ലെ. സോ ഐ ഹാഡ് നോട്ട് ഈറ്റൺ മൈ ഡിന്നർ. ഐ ഹാഡ് നോട്ട് ഈറ്റൺ. നോട്ടിന്റെ കൂടെ, ഹാഡിന്റെ കൂടെ എപ്പോഴും എന്താണ്? വേർബിന്റെ V3 ഫോം ആണ്. നോട്ട് അതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. ഐ ഹാഡ് നോട്ട് ഈറ്റൺ മൈ ഡിന്നർ അണ്ടിൽ മൈ ഫ്രണ്ട്സ് കെയിം. എന്റെ ഫ്രണ്ട് വരുന്നത് വരെ, എന്റെ ഫ്രണ്ട് വരുന്നത് വരെ ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാണ് അവിടെ അണ്ടിൽ, അതുവരെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അണ്ടിൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. അണ്ടിൽ വെച്ചിട്ട് വേറെ എക്സാമ്പിൾ പറഞ്ഞു നോക്കിയേ. രാത്രി ആയിട്ടും അവള് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ബെഡിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഷീ ഹാഡ് നോട്ട് ഗോൺ ടു ബെഡ് അണ്ടിൽ മിഡ് നൈറ്റ്. അപ്പൊ നെഗറ്റീവ് സെന്റൻസിൽ ഹാഡ് നോട്ടിന്റെ കൂടെ നമ്മൾ അണ്ടിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് സെന്റൻസുകളും ഒരുപാട് എക്സാമ്പിൾസും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ പാസ്റ്റിലെ രണ്ട് കാര്യങ്ങൾ, ഒന്നിനു മുമ്പ് ഒന്ന് നടന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ V3 ഹാഡ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യുക എന്ന് മനസ്സിലായല്ലോ. ഇതിന് നമ്മൾ ഇംഗ്ലീഷിന്റെ ഭാഷയിൽ ഒരു പേര് പറയൂട്ട. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇവിടെ ടെൻസിന്റെ വലിയൊരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതും എങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ എക്സാമ്പിൾസിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഓരോന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? സെന്റൻസുകളാക്കി മാറ്റിയിട്ട് ഇതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. നമ്മുടെ സ്പോക്കൺ സ്പീക്കിംഗ് സ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ
ഏകദേശം ഒരു പകുതി ഡേയ്സ് കഴിഞ്ഞു, 15 ഡേയ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അല്ലേ, കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.